അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ 2ാം ക്ലാസ്സിലെ മക്കൾക്ക് പരീക്ഷ ഫിഖ് ആണല്ലോ. അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഈ ക്വസ്റ്റ്യന് നമ്മൾ പലയിടത്തും കണ്ടതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഉത്തരം എഴുതേണ്ട രൂപങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പമാകും. അതുപോലെ തന്നെ കുട്ടികളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മക്കളെ നല്ല ഉഷാറായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ചോദ്യോത്തരം നോക്കാനല്ലേ. ഇതിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന് കണ്ടില്ലേ, ഒന്നാമത്തെ ചോദ്യം ആ ഒരു ശരിക്ക് ശരി നൽകാം. ഉദാഹരണം, ഒന്നാമത്തെ ചോദ്യം നോക്കി, ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് എന്നല്ലേ, ഏതാണെന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നോമ്പ് നോൽക്കൽ, സക്കാത്ത് കൊടുക്കൽ. ഇവിടെ 2 സൈഡിൽ കണ്ടില്ലേ, 2 കോളത്തിൽ 2 കോളം കണ്ടു. ഒന്ന് നോമ്പ് നോൽക്കൽ, മറ്റൊന്ന് സക്കാത്ത് കൊടുക്കൽ. ഏതാ മൂന്നാമത്തെ? നമുക്കറിയാം ഏതാണ്, സക്കാത്ത് കൊടുക്കൽ എന്നുള്ളത്. അപ്പോൾ 2ാമത്തെ ബോക്സിൽ ഒന്ന് ടിക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മക്കൾക്ക് എന്ത് ചെയ്യും, ഉസ്താദ്മാർ ചോദ്യം വായിച്ചു കൊടുക്കും, അപ്പം തന്നെ വേഗം ഇട്ടാൽ മതി. പിന്നെ ചിലപ്പം ചോദ്യമൊക്കെ പിന്നെ ചിലപ്പോൾ അത് മാറിപ്പോവും. അപ്പം തന്നെ ഓർമ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം തന്നെ വേഗം ടിക്കിടുക. ഉസ്താദ് വായിക്കുമ്പോൾ തന്നെ ടിക്കിടുക. ഉത്തരം നമുക്കറിയാലോ ഉറപ്പുള്ളത്. പിന്നെ ആലോചിച്ച് എന്ത് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് എഴുതാം. ഇതിന് 2ാമത്തെ ചോദ്യം കണ്ടില്ലേ, 5 സമയങ്ങളിലായി നിർവഹിക്കണം. നമ്മൾ 5 നേരം 5 സമയത്ത് പിന്നെ ചെയ്യുന്ന കർമ്മം ഏതാണ്? അതിൽ ഹജ്ജ്, നിസ്കാരം എന്നുണ്ട്, ഹജ്ജും എന്നുണ്ട് അല്ലേ. ഹജ്ജ് ഏതാണ്? നമ്മൾ ഹജ്ജ് അങ്ങനെ ചെയ്യലുണ്ടോ? ഇല്ല, നമുക്കറിയാം അത് ഏതാണ്. 5 നേരം നിസ്കരിക്കും അല്ലേ, നിസ്കാരമാണ്. അവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ കള്ളിയിൽ ചെവി 2ഉം ഒന്നിച്ച് കഴുകുക, തടവുക അല്ലേ. ചോദ്യം ഇങ്ങനെ വരാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ചെവി 2ഉം ഒന്നിച്ച് തടവുക. ചിലപ്പോൾ എന്ത് ചെയ്യും, തല തടവുകാന്ന്, തല ചിലപ്പം കൊടുക്കും അല്ലേ. തല കൊടുത്തിട്ട് എന്ത് ചെയ്യും, കഴുകുക, തടവുക എന്നുണ്ട്. ചെവിയും തലയും അത് 2ഉം തടവലാണ്. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, കഴുകലാണ്. കൈ ആയിക്കോട്ടെ, പിന്നെ മുഖമായിക്കോട്ടെ, കാലായിക്കോട്ടെ, ഇതൊക്കെ കാലൊക്കെ കഴുകലാണ്. എന്നാൽ ചെവിയും തലയും അത് തടവലാണ്. തടവ് പറഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യുക, ഒന്നായിട്ട് കഴുകുന്നത് പോലെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല, തടവിയാൽ മതി. വെള്ളം എടുത്തുകൊണ്ട് തടവിയാൽ മതി. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതാണ്, കഴുകുക എന്നല്ല. കഴുകലുണ്ടോ? ഇല്ല. കഴുകൽ അതെന്ത് ചെയ്യുക, രക്ഷിതാക്കൾ പ്രത്യേകം ഒന്ന് ഉണർത്തി കൊടുക്കുക. വുളു മുറിയുന്ന കാര്യങ്ങൾ 5, 4. ഏതാ വുളു മുറിയുന്ന കാര്യങ്ങൾ? എത്രയാണ്? 5 അല്ല, 4. നമ്മളെ പാഠത്തിലുള്ള 4 നമ്മൾ പഠിച്ചതാണ്. ബാങ്കും 5ാമത്തെ ചോദ്യം കണ്ടില്ലേ, ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പാടില്ല. ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ആർക്ക് നേരി അല്ലേ, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് എന്തേ ഉള്ളൂ, ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരും, ഇഖാമത്ത് മാത്രം സുന്നത്താണ് ആർക്ക്? അപ്പോൾ അവിടെ കൊടുക്കും സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്. അപ്പോൾ ഏതാ ടിക്കറ്റിൻ്റെ? സ്ത്രീകൾക്ക്. ഇവിടെ ചോദിച്ചത് എന്താണ്, ബാങ്കും ഇഖാമത്ത് സുന്നത്താണ് ആർക്ക്? 2ഉം കൂടി സുന്നത്താണ് ആർക്ക്? അത് പുരുഷന്മാർക്ക്. ആർക്കാണ്? ആണുങ്ങൾക്ക് അല്ലേ. അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ 6ാമത്തെ ചോദ്യം കണ്ടില്ലേ, അല്ലെങ്കിൽ 5ാമത്തെ ചോദ്യം ഇങ്ങനെയും വരാം. ബാങ്ക് മാത്രം സുന്നത്താണ് ആർക്ക്? ആർക്കാണ് ബാങ്ക് മാത്രം സുന്നത്തുള്ളത്? പിന്നെ ബാങ്ക് സുന്നത്തുള്ളത് ആർക്ക് ചിലപ്പം ചോദിക്കും. അപ്പോൾ അത് സ്ത്രീകൾ, പുരുഷന്മാരെന്നുണ്ടോ? അപ്പം എന്ത് ചെയ്യുക, പുരുഷന്മാരെന്ന് ടിക്ക് കൊടുക്കുക. പുരുഷന്മാർക്ക് ബാങ്ക് മാത്രമല്ല, പിന്നെ എന്ത് കൂടി ഉണ്ട്, ഇഖാമത്ത് കൂടി ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ബാങ്ക് സുന്നത്തില്ല ആർക്ക്? പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്. അപ്പം എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം കണ്ടില്ല, ഫാത്തിഹയ്ക്ക് ശേഷം പറയണം ആമീൻ അഊദ്. ആ കോളത്തിലുണ്ട് എന്ത് ചെയ്യുക, ആമീൻ എന്ന് ടിക്കറ്റ് കൊടുക്കുക. എന്താ, ഫാത്തിഹ കഴിഞ്ഞാൽ വലല്ലാലീൻ എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആമീൻ എന്ന് ടിക്കറ്റ് കൊടുക്കുക അല്ലേ. നമ്മൾ ആമീനല്ല പറയാ. ഫാത്തിഹയ്ക്ക് മുമ്പ് പറയണം എന്ത് എന്നുള്ളതിന് എന്ത് ചെയ്യുക, അഊദ് ടിക്കറ്റ് കൊടുക്കുക. ഫാത്തിഹയ്ക്ക് ഓതുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അഊദ ഓതൽ അല്ലേ. അതിന് തൊട്ട് മുമ്പ് വജ്ജഹത്ത് ഓതും.
ഫാത്തിഹന്റെ തൊട്ട് മുമ്പ് ഏതാണ്? അവിടെ അഊദാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദ്യം വന്നാൽ അഊദ് ടിക്കിട്ട് കൊടുക്കുക. ഇവിടെ ആറാമത്തെ ചോദ്യം അഊദു അല്ല ആമീനാണ്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലേണ്ടത് ഏതാണ്? സുജൂദിലാണോ റുക്കൂഇലാണോ? റുക്കൂഇൽ അവിടെ ടിക്കറ്റ് കൊടുക്കുക അല്ലേ. സുജൂദിലാണെങ്കിലോ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി എന്നാണ്. അപ്പം അത് അങ്ങോട്ടോട്ട് മാറാതെ പ്രത്യേകം രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഉണർത്തി കൊടുക്കുക. ചിലപ്പോൾ അങ്ങോട്ടോട്ട് മാറി എന്ത് ചെയ്യും, ഒന്ന് മാറ്റം വരുത്തിയാൽ അത് മാറും. ഇനി 2 വീതം എഴുതാനുള്ളതാണ് അല്ലേ. 2 വീതം എഴുതാം. നമുക്ക് ചോദ്യം നോക്കി. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ. ബുദ്ധിയുടെ ഇപ്പം നമുക്കുള്ളൊരു ബുദ്ധി ഉണ്ടല്ലോ, ഈ ബുദ്ധിയുടെ ഈ ഒരവസ്ഥ മാറും. ആ മാറുന്നതിന് ഒരു 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ഉറക്കം അല്ലേ. ഒന്ന് നമ്മൾ പാടത്ത് പഠിച്ചു, ഉറക്കം. ഉറങ്ങിയാൽ എന്ത് ചെയ്യും? പിന്നെ ബോധം നഷ്ടപ്പെടും അല്ലേ. പിന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാവോ, പിന്നെ എണീറ്റാലോ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മത്ത്, അതുപോലെ തന്നെ ഭ്രാന്ത്. പഠിച്ചോ കാക്കട്ടെ അല്ലേ. ഭ്രാന്തൊക്കെ ആയാൽ പിന്നെന്താ ചെയ്യണത്, ലെവലുണ്ടാവില്ല. ബോധക്ഷയം, പെട്ടെന്ന് ബോധം പോയാൽ എന്ത് ചെയ്യും? ബോധം പോയാൽ എന്ത് ചെയ്യും? ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് 2 എഴുതിയാൽ മതി. നമുക്ക് വേഗം സിമ്പിൾ ഏതാണ്? ഉറക്കം അല്ലേ, മത്ത് എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ബോധക്ഷയം എന്ന് എഴുതി കൊടുക്കുക. ഉറക്കം മത്ത് എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിന് ഉത്തരം എഴുതാം. എത്ര അതിന് മാർക്ക്? 2 മാർക്ക് ഉണ്ടാവും അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കി. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. നിലത്ത് നമ്മൾ സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങൾ വെക്കലുണ്ട്? 8 അവയവങ്ങൾ വെക്കലുണ്ട് അല്ലേ. 7 നിർബന്ധമാണ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ സുജൂദിൽ വെക്കുന്നത്? 2 കാലിൻ്റെ വിരലിൻ്റെ പള്ള അല്ലേ, 2 കാലിൻ്റെ വിരലിൻ്റെ പള്ള, 2 കാലിൻ്റെ മുട്ട് അല്ലേ, 2 കൈ, അതുപോലെ തന്നെ നെറ്റിയും മൂക്കും അല്ലേ, 2 കൈയിൻ്റെ മുൻകൈയിൻ്റെ പള്ളയും. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ല, നമ്മൾ പുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ എളുപ്പം ഏതാണ്? നിർബന്ധം സുന്നത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? നെറ്റിയും മൂക്കും അല്ലേ. മൂക്ക് സുന്നത്താണ്, നെറ്റി നിർബന്ധമാണ്. 2 കാൽമുട്ട്, 2 കാലിൻ്റെ മുട്ട് 2. അപ്പം എന്ത് ചെയ്യുക, പുസ്തകത്തിലുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി കൊടുക്കുക. ഇനി അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്ഥലങ്ങൾ അനക്കം അടങ്ങേണ്ട, ഒന്ന് അനങ്ങാതെ നിൽക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണ്? പ്രത്യേകം പാടത്ത് പറഞ്ഞല്ലോ. എന്താണ്? റുക്കൂഅ്, ഇഅ്തിദാല്. അപ്പം തന്നെ ഉത്തരം ശരിയായി. പിന്നെ ഏതൊക്കെയാണ്? സുജൂദ്, 2 സുജൂദ് അല്ലേ. പിന്നെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. ഇപ്പം 4 പറഞ്ഞു. 2 ചോദിച്ചിട്ടുള്ളൂ, 2 എഴുതി കൊടുത്താൽ മതി. സുജൂദ് റുക്കൂഅ് എഴുതാൻ എളുപ്പമുണ്ട്. സുജൂദ് റുക്കൂഅ് 2 സുജൂദ്. അപ്പം അത് എഴുതി കൊടുക്കുക. ഇനി നേരത്തെ ഉത്തരം എഴുതാമെന്നുള്ള 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല ആർക്ക്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് സുന്നത്തില്ല ആർക്കാണ് ബാങ്ക് സുന്നത്തില്ലാത്ത? പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അല്ലേ. അതവിടെ എഴുതി കൊടുക്കുക. സ്ത്രീകൾക്ക് എന്ന് എഴുതി കൊടുത്താൽ മതി. ഇതിൻ്റെ ഉത്തരമൊക്കെ എന്ത് ചെയ്യുക, ഒരു നോട്ടിൽ എഴുതിയിട്ട് പഠിക്കുക. എഴുതാൻ വലിയ പ്രയാസമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയിട്ട് ഉമ്മാനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഉള്ളതോ 2ാമത്തെ ചോദ്യം, ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്ത്? ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം, ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഓതേണ്ട സൂറത്ത് എന്താണ്? ഓതേണ്ടത് എന്താണ്? സൂറത്ത് ഓതണം അല്ലേ. ഒരു സൂറത്ത് ഓതണം. ആദ്യത്തെ റക്അത്തിൽ ഒരു സൂറത്ത്, പിന്നത്തെ റക്അത്തിൽ വേറെ ഒരു സൂറത്ത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? സൂറത്ത് ഓതി കൊടുക്കണം. ഇനി 3ാമത്തെ ചോദ്യം കേട്ടില്ലേ, തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമഇനീനത്ത് എന്താണ്? ചോദ്യമൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് എന്ത് ചെയ്യും, നല്ല ഉഷാറായിട്ട് ചോദ്യമൊക്കെ പറഞ്ഞു തരും. അപ്പം നമ്മൾ ഉത്തരം ചെയ്യാൻ മതി. തുമഇനീനത്ത് എന്നാൽ എന്ത്? എന്താ തുമഇനീനത്ത്? നേരത്തെ പറഞ്ഞു അനക്കം മടങ്ങൽ. അതിൻ്റെ അർത്ഥം എന്താ? അനക്കം മടങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം എന്താണ്? പാഠത്തിൽ കൃത്യമായിട്ടുണ്ടല്ലോ അല്ലേ, പുസ്തകത്തിൽ നമ്മൾ നോക്കുക. റുക്കൂഅ്, ഇഅ്തിദാല്,
രണ്ട് സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങുന്നതിനാണ് എന്തെന്ന് പറയാം? തുമനീനത്ത് എന്ന് പറയുക. തുമനീനത്ത് ഫർളാണല്ലോ അല്ലേ? അത് പുസ്തകത്തിലുള്ളതുപോലെ എഴുതി കൊടുക്കുക. നമ്മൾ അതേപോലെ പഠിച്ചതാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകും. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എപ്പോഴാണ് പൂർത്തിയാകുക? ഒരു സുജൂദല്ല, അങ്ങനെ തന്നെ എഴുതണം. രണ്ടാം സുജൂദിൽ നിന്ന്, പുസ്തകത്തിൽ എങ്ങനെയാണുള്ളത് അതുപോലെ എന്ത് ചെയ്താൽ ഒന്ന് എഴുതി പഠിച്ചാൽ മതി. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകും. അപ്പോൾ ഉത്തരം എഴുതാനുള്ളത് നമ്മൾ എഴുതി. ഇനി വളരെ സിമ്പിളാണ്, നോക്കി. ക്രമീകരിച്ച് എഴുതാം. നമ്മൾ ഫർളുകൾ പഠിച്ചില്ലേ? ആ ഫർളുകൾ പഠിച്ചത് എന്ത് ചെയ്യുക? ഒന്ന് ഓർഡറിലാക്കി കൊടുക്കാനാണ്. ആദ്യം പറഞ്ഞത് ഏതാണ്? ഈ 6 കോളത്തിൽ കണ്ടില്ലേ? മറ്റേത് 2 വേറെ ചോദ്യമാണ് അല്ലേ? മറ്റേത് വേറെ ചോദ്യമാണ്, ഇത് വേറെ ചോദ്യമാണ്. താഴെ ഉള്ളത് വേറെ ചോദ്യം, ആ പച്ച കളറിൽ കൊടുത്ത് വേറെ ചോദ്യമാണ് അല്ലേ? ഈ ആദ്യം കാണുന്ന 6 ഒരു ചോദ്യമാണ്. എന്താണ്? നമ്പർ ക്രമീകരിച്ചു കൊടുക്കാനാണ്. നമ്മൾ ആദ്യം ചെയ്യൽ എന്താണ്? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിയ്യത്ത് അവിടെ 1 നമ്പർ ഇടുക. രണ്ടാമത്തെ ഏതാണ്? 2 നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഏതാണ്? പിന്നെ അതിലുള്ളത് ഫാത്തിഹയാണ്. ഫാത്തിഹ ഓതി കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക? ഫാത്തിഹ 2 ഇടുക. പിന്നെ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്ത് ഓതൽ 3. സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പിന്നെ റുക്കു ആണ് അല്ലേ? റുക്കുവിൻ്റെ അവിടെ 4. അതുപോലെ തന്നെ റുക്കു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഇഅ്തിദാൽ 5. അത് കഴിഞ്ഞാൽ സുജൂദ് 6. വളരെ സിമ്പിളായി അല്ലേ? ഇനി നമ്മൾ പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ചെല്ലേണ്ട ദിക്റാ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എന്താണ്? നമ്മൾ സുജൂദിൻ്റെ ഇടയിൽ ചൊല്ലേണ്ട ദിക്ർ നമ്മൾ കാണാൻ പഠിച്ചതാണ്. ഇങ്ങനെയാണ്, റബ്ബിഗ്ഫിർലി അല്ലേ? അപ്പോൾ ആദ്യത്തെ ഈ റബ്ബി എന്നുള്ളിടത്ത് 1 ഇടുക. അത് കഴിഞ്ഞിട്ട് ഇഗ്ഫിർലി എന്നുള്ള ആദ്യത്തെ വരിയിലെ ലാസ്റ്റ് 2 ഇടുക. റബ്ബിഗ്ഫിർലി വർഹംനി എന്നുള്ളിടത്ത് കണ്ടിയേ? രണ്ടാമത്തത് അവിടെ 3 ഇടുക. റബ്ബിഗ്ഫിർലി വർഹംനി. പിന്നെ ഏതാണ്? വജ്ബുർനി. ഈ ലാസ്റ്റത്തിന് മുമ്പ് കണ്ടില്ലേ? വജ്ബുർനി. അവിടെ എന്ത് ചെയ്യുക? നമ്പർ ഇടുക. അങ്ങനെ ഓരോന്ന് നമ്പർ ഇട്ട് കൊടുക്കുക. അടുത്തത് വ്യക്തമാക്കാനുള്ളതാണ് അല്ലേ? ചോദ്യത്തിന് ഉത്തരം ശരിക്കും എന്ത് ചെയ്യുക? വ്യക്തമാക്കി കൊടുക്കുക. 2 ഷഹാദത്ത് കലിമ ഏതാണ്? 2 ഷഹാദത്ത് കലിമ ഏതാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലേ? അതാണ് നമ്മൾ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ, മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത്? നമ്മൾ വുളൂവിൽ 2 നിയ്യത്തുണ്ട്. ഒന്ന് തുടക്കത്തിലുള്ള നിയ്യത്ത്, പിന്നൊന്ന് മുഖം കഴുകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വെക്കേണ്ടത് അല്ലേ? ഏതാണത്? വുളൂവിൻ്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നീ തുടങ്ങിയതായ നിയ്യത്തുകൾ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഇഖാമത്തിൽ മാത്രമുള്ള വചനം ഏതാണ്? അത് ഖദ് ഖാമത്തി സ്വലാ എന്നുള്ളത് അല്ലേ? ഖദ് ഖാമത്തി സ്വലാ ഇഖാമത്തിൽ മാത്രം പറയുന്നൊരു വാക്കുണ്ടല്ലോ. അതുപോലെ തന്നെ സുജൂദിൽ 3 തവണ ചൊല്ലേണ്ടത് ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ല വ ബിഹംദി. അത് അങ്ങോട്ട് കൊണ്ട് മാറാതെ എഴുതി കൊടുക്കുക. പിന്നെ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും അല്ലേ? റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്ന് വ്യക്തമാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് പരീക്ഷ ചെയ്ത അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഉഷാറായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് നല്ല ഉഷാറായിട്ട് സന്തോഷത്തോടുകൂടെ പരീക്ഷ എഴുതാനും നല്ല മാർക്ക് നേടാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോകൾ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പ്രായവ്യത്യാസമില്ലാതെ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചാനൽ ഒരുപാട് ഖുർആൻ പഠിക്കാൻ പറ്റിയ വീഡിയോകളുണ്ട്. സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ക്ലാസ് കേൾക്കാനും വാട്സപ്പിലും ചെറിയ ക്ലാസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 60, 70 പിന്നെ 9 വയസ്സുള്ള ഒരുപാട് ആളുകൾ, മുതിർന്ന ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ സാധാരണക്കാർക്ക് ഏതൊരാൾക്കും തിരിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് യൂട്യൂബിൽ ദിവസവും ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.